നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മാട്ടായ ഉറൂസ് മുബാറക്കിന്റെ സമാപന പരിപാടികൾ ഞായറാഴ്ച മുതൽ ആരംഭിക്കും. മതപ്രഭാഷണം, പൊതുസമ്മേളനം, ഭക്ഷണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ഞാങ്ങാട്രി മാട്ടായ ഉറൂസ് മുബാറക്കാണ് വിവിധ പരിപാടികളോടെ നടത്തിവരുന്നത്. 42ാമത് ആണ്ടുനേർച്ചയും അജ്മീർ ഉറൂസും നവംബർ 15 മുതൽ ഡിസംബർ 26 വരെയുള്ള ദിവസങ്ങളായാണ് നടത്തുന്നത്. ഇതോടനുബന്ധിച്ചുള്ള മതപ്രഭാഷണം ഡിസംബർ 23, 24 തീയതികളിൽ നടക്കും. 25-നാണ് പൊതുസമ്മേളനം. ഡിസംബർ 26-ന് ഭക്ഷണ വിതരണവും നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50ാമത് അജ്മീർ ഉറൂസും കഴിഞ്ഞ നവംബർ 15 മുതൽ ഡിസംബർ 26 വരെ വളരെ വിപുലമായ രൂപത്തിൽ മാട്ടായ ജലാലിയ ജുമാ മസ്ജിദ് ബുഖാരി ദർഗാ ഷരീഫ് അങ്കണത്തിൽ വെച്ചുകൊണ്ട് വിപുലമായി നടത്തപ്പെടുകയാണ്. പരിപാടികളുടെ സമാപനത്തിൻ്റെ ഭാഗമായി ഡിസംബർ 23 തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് മുതൽ മതപ്രഭാഷണം നടക്കുകയാണ്. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഹാഫിള് മസ്ഊദ് സക്കാദഫി ഗൂഡല്ലൂർ പ്രഭാഷണം നടത്തുമ്പോൾ 24-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുസ്തഫ ഹുദവി ആക്കോട് പ്രഭാഷണം നടത്തും. സമാപനങ്ങൾക്ക് തുടക്കമെന്നോളം ഡിസംബർ 25-ാം തീയതി രാവിലെ 11 മണി മുതൽ ഷെയ്ഖ് മുഹമ്മദ് മുഹിയുദ്ദീൻ ബുഖാരി അവറുകളുടെ മൗലിദും പാരായണവും, രാവിലെ ഉച്ചയ്ക്ക് 2:30-ന് ബുർദ മജ്ലിസും, 4 മണിക്ക് അജ്മീർ ഉറൂസിൻ്റെ കൊടികയറ്റവും, 4:30-ന് അജ്മീർ മൗലിദും, മഗ്‌രിബ് നിസ്കാരാനന്തരം ബുധനാഴ്ച 6:30-ന് സൂഫി വര്യന്മാരും ആശിക്കീങ്ങളും എല്ലാം സംബന്ധിക്കുന്ന സമൂഹ സിയാറത്തും തുടർന്ന് ഭക്ഷണ കൊടുക്കലും ഉണ്ടായിരിക്കുന്നതാണ്. 23 തിങ്കളാഴ്ച രാത്രി 8 മണിക്കാണ് മതപ്രഭാഷണം. ഹാഫിൾ മസൂദ് സക്കാഫി ഗൂഡല്ലൂർ മതപ്രഭാഷണം നിർവഹിക്കും. 24 ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് നടക്കുന്ന മതപ്രഭാഷണം മുഹമ്മദ് ഹുദ്വി അക്കോടാണ് നിർവഹിക്കുക. 25-ന് ബുധനാഴ്ച വൈകുന്നേരം അജ്മീർ ഉറൂസിന്റെ കൊടിയേറ്റം, അജ്മീർ മൗലിദ്, സമൂഹ സിയാറത്ത്, ഭക്ഷണം നൽകൽ എന്നിവയും ഉണ്ടായിരിക്കും. 25-ന് വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സയ്യിദ് മഅറൂഫ് മദനി അൽ ജിഫ്രി കല്ലടിക്കോട് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അലി അഫ്വാൻ അക്സിനി മാട്ടായ പ്രഭാഷണം നിർവഹിക്കും. 26-ന് ഭക്ഷണദിനത്തോടു കൂടിയാണ് പരിപാടികൾ സമാപിക്കുക. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ മുനീർ അക്സിനി മാട്ടായ, ബഷീർ ഉസ്താദ്, കെ ടി റിയാസ്, എം സെയ്ദ്, ടി മുഹമ്മദ്, മഹ്മൂദ് ഹാജി കൊളത്തൂർ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. അണ്ണങ്കാട്ട് മനോഹരന്റെ ഡേറ്റ് ടുഡേ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നേന്ത്രക്കുലകൾ മോഷണം പോയത്. മോഷ്ടാവ് വന്നയുടൻ തക്കം നോക്കി നേന്ത്രപ്പഴം അകത്താക്കുന്നതും ദൃശ്യത്തിൽ വ്യക്തമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11:30-യോടെയാണ് 2 നേന്ത്രക്കുലകൾ മോഷ്ടിച്ചു കൊണ്ടുപോയത്. തൃത്താലയിൽ കോൺഗ്രസ് നേതാവായിരുന്ന വി കെ പുരുഷോത്തമനെ അനുസ്മരിച്ചു. വി കെ പി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം നടത്തിയത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അഴിമതിക്കാരായ LDFന്റെ ഭരണത്തെ താഴെയിറക്കാൻ കഴിയണമെന്നും അതിനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും ചെന്നിത്തല ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അധ്യക്ഷനായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. CH ഷൗക്കത്ത് അലി, PV മുഹമ്മദ് അലി, മാധവദാസ്, ബാബു നാസർ, റഷീദ് കോഴിക്കര, VK സഞ്ജയൻ, CT സൈദലവി, PP ഗംഗാധരൻ, M മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാല കരാർ ഏർപ്പെടാൻ പോവുകയാണ്. 2041 വരെ ഒരു കരാറുണ്ടായിരുന്നു. 4 രൂപ 29 പൈസയ്ക്ക് അത് റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ കരാറിന് വേണ്ടി പോകുന്നത്. ഇന്ന് നിങ്ങൾ പത്രത്തിലുണ്ട്, റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ഇതിന് വില കൂടാൻ പാടില്ല. നമ്മളെ ആളുകളെ കളിപ്പിക്കുക, ആളുകളെ പൊട്ടന്മാരാക്കുക. ഇന്ന് 4 രൂപ 29 പൈസയ്ക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ആവശ്യം 4 രൂപ 29 പൈസയ്ക്ക് തന്നെ 1 യൂണിറ്റ് വൈദ്യുതി കിട്ടത്തക്ക നിലയിലുള്ള ലോങ് ടൈം എഗ്രിമെന്റ് ഒപ്പിടണമെന്ന്. അതിനിടയിലാണ് കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന് പറയുന്ന മണിയാറിലുള്ള ഒരു ജലവൈദ്യുതി പദ്ധതിക്ക് വേണ്ടി 30 വർഷത്തേക്ക് ലൈനാർ ഗവൺമെന്റ് കാലത്ത് കൊടുത്തതാണ്. 12 മെഗാവാട്ട് ഉത്പാദിപ്പിക്കും. ആ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും ഉപയോഗിച്ച് കമ്പനികൾ നടത്തണം. 3 കമ്പനി അവർ നടത്തുന്നുണ്ട്. BOT ബേസിലാണ് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. നിർമ്മിക്കുക, ഓപ്പറേറ്റ് ചെയ്യുക,
അത് തിരിച്ച് ഗവൺമെന്റ് കൊടുക്കും. ഈ പദ്ധതി പ്രകാരം ഈ ഡിസംബർ 30 അതിന്റെ കാലാവധി കഴിയുകയാണ്. നമ്മൾ ആവശ്യപ്പെട്ടതിൽ തിരിച്ച് ഗവൺമെന്റ് കൊടുക്കും. ചാലിശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരത്തിൽ ഭീഷണിയായി നിന്നിരുന്ന തേനീച്ചക്കൂട് നീക്കം ചെയ്തു. പെരിങ്ങോട് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ 30 അടിയോളം ഉയരമുള്ള പടുമരത്തിന് മുകളിലായാണ് 4 മാസത്തോളമായി പെരും തേനീച്ചകൾ കൂടുകൂട്ടിയിരുന്നത്. പറമ്പിന് പരിസരത്തായി നിരവധി വീടുകളുമുണ്ട്. വെള്ളിയാഴ്ച രാത്രി സമീപവാസിയായ ആന്തൂർ വളപ്പിൽ മഹേഷിന്റെ കല്യാണത്തിന് ദീപാലങ്കാര പ്രവൃത്തികൾ നടക്കുന്നതിനിടെ കൂടിളകുകയും തേനീച്ചകൾ വീടിന്റെ ഉള്ളിലേക്ക് പറന്നെത്തുകയും ചെയ്തു. പരിഭ്രാന്തരായ വീട്ടുകാർ പാമ്പുപിടുത്തക്കാരനും തേനീച്ചക്കൂടുകൾ നീക്കം ചെയ്യുന്നതിൽ വിദഗ്ധനുമായ കൈപ്പുറം അബ്ബാസിനെ വിവരം അറിയിച്ചു. തുടർന്ന് ശനിയാഴ്ച രാവിലെ 9 മണിയോടെ അബ്ബാസ് എത്തി മരത്തിന് മുകളിൽ കയറി 1.5 മീറ്ററോളം നീളമുള്ള തേനീച്ചക്കൂട് നീക്കി. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന SPC ക്യാമ്പിനാണ് തുടക്കമായത്. കൊപ്പം പോലീസ് സ്റ്റേഷൻ SI P ശിവശങ്കരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രയത്നത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ 2 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്ന് തന്നെ നല്ല ഒരു അന്തരീക്ഷം അല്ലേ? എല്ലാവരും മേലോട്ട് നോക്കുന്നുണ്ട്. പഴയൊരു സിനിമയിൽ വാക്കുകളാവും ആലോചിക്കുന്നുണ്ടാവില്ലേ? അത് നമ്മുടെ മേത്തേക്ക് വന്നില്ല. അവിടെ എന്തായാലും 3 ടീമുകളായിട്ട് ഇരിക്കുന്നുണ്ട്. വളരെ സുന്ദരമായ നല്ല PTA പ്രസിഡന്റ് T കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. നല്ല ജീവിതത്തിന് നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ആശ ജലാൽ, മയക്കുമരുന്നുകൾക്കെതിരെ യുവത്വം എന്ന വിഷയത്തിൽ വിമുക്തി മിഷൻ കോർഡിനേറ്റർ MP അബ്ദുറഹ്മാൻ, വ്യക്തിത്വ വികസനം എന്ന വിഷയത്തിൽ KP ബാബുരാജ്, നിയമങ്ങളും വകുപ്പുകളും എന്ന വിഷയത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ, കളിക്കാൻ രസിക്കാം എന്ന വിഷയത്തിൽ P അബ്ദുൽ നാസർ എന്നിവർ ക്ലാസ് എടുത്തു. കാഡറ്റുകളുടെ മാർച്ച് പാസ്റ്റിന് KD അഭിലാഷ് നേതൃത്വം നൽകി. സമാപന യോഗം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വീട്ടില് അമ്മമാരൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ കണ്ടില്ല, കുറച്ച് അതിന്റെ പാത്രം, അതിൽ ആദ്യം കുറച്ച് തേങ്ങ ഇടും, അല്ല ഉണ്ടാക്കുന്ന കണ്ടില്ല, കഴിച്ച ശീലം ഉണ്ടാവും. അവിടെയാണ് പുട്ടിന്റെ വ്യത്യാസം. അതിങ്ങനെ ഘട്ടമാക്കി ഓരോ രീതിയിൽ ഉണ്ടാക്കി തരിക. എന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ മടുപ്പില്ലാതെ പല തരത്തിലുള്ള ഘടകങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഇനി നാളെ കൂടുതൽ ആവേശത്തോടുകൂടി നിങ്ങൾക്ക് ഒരു ട്രാവലിംഗ് ഒക്കെയായി കൂടുതൽ. SMC ചെയർമാൻ TK സാജിദ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക KT ജലജ, പ്രിൻസിപ്പൽ V കമലം, CV ദിനേശ്, NP ഷാഹുൽ ഹമീദ്, നിസാർ ആലം, ദിയ MT, ആദിത്യ T, നിവേദ്യ കൃഷ്ണദാസ്, ലിയ ഷെറിൻ, ജിജ K ജീനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പെരുമണ്ണൂർ കുറുപ്പത്ത് തറവാട് പാമ്പിൻകാവിലെ പാമ്പിൻ തുള്ളലിന് ഞായറാഴ്ച തുടക്കമാകും. 8 ദിവസമാണ് പാമ്പിൻ തുള്ളൽ നടക്കുന്നത്. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും അതുവഴി കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരാനുമാണ് സർപ്പം തുള്ളൽ നടത്തുന്നതെന്നാണ് ഐതിഹ്യം. സ്വദേശത്തും വിദേശത്തുമുള്ള കുറുപ്പത്ത് തറവാട്ടിലെ മുഴുവൻ കുടുംബങ്ങളും ഒത്തൊരുമിച്ച് ഏകമനസ്സോടെ വ്രതമെടുത്താണ് സർപ്പത്തുള്ളലിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നത്. തറവാട്ടുകാർക്കായി 2 നാഗക്കാവുകളാണുള്ളത്. പെരുമണ്ണൂരിലെ പഴയകാല പുള്ളുവൻ കോരു ആശാന്റെ പിന്തുടർച്ചക്കാരെയാണ് പുള്ളുവൻ പാട്ടുകാരായി ചടങ്ങിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തറവാട്ടിലെ പാമ്പും തുള്ളലാണ് എല്ലാ കുറുപ്പത്ത് വീട്ടുകാരും സഹകരിച്ച് നടത്തുന്ന ഒരു കാര്യമാണ് ഇത്. അതിൽ എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ജാതിഭേദ വ്യത്യാസങ്ങളില്ലാതെ നടത്തുന്ന പരിപാടിയാണ്. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പാമ്പുകാവും എൻ്റെ തറവാട്ടിലാണ്, ഞങ്ങളുടെ തറവാട്ടിലുള്ളതാണ്. അതിൽ എല്ലാ ജാതിഭേദങ്ങളും പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിച്ചു തരുവാൻ ഞങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുന്നു. പാമ്പിൻ തുള്ളൽ, ഭൂതക്കളം, ഗുരുതി, അന്നദാനം തുടങ്ങി നിരവധി ചടങ്ങുകൾ പാമ്പിൻ തുള്ളലിന്റെ ഭാഗമായി നടക്കും. CCTV ന്യൂസ് തൃത്താല. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് തുടക്കമായി. ചെമ്പ്ര AM LP സ്കൂളിലാണ് ക്യാമ്പ് നടത്തുന്നത്.
ഗവൺമെന്റ് ചെണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സ്പെഷ്യൽ ക്യാമ്പ് ചെമ്പ്ര AMLP സ്കൂളിൽ വെച്ച് ഇന്ന് ആരംഭിക്കുകയാണ്. നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ യുവത സപ്തദിന സഹവാസ ക്യാമ്പിനാണ് ചെമ്പ്ര AMLP സ്കൂളിൽ തുടക്കമായത്. തിരുവേഗപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KKA അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, ഇതുപോലെ കൂടുതൽ ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ കൂടെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിദ്യാഭ്യസിക്കാൻ പോകുന്ന സമയത്ത് കുറഞ്ഞ നമ്മുടെ റൂംമേറ്റ്സിന്റെ കൂടെയൊക്കെ അവസരങ്ങൾ കിട്ടാം. നമ്മൾ ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒന്നിച്ചു നിന്ന ഒരു ടീമിന്റെ കൂടെ 7 ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിലെ അത്യപൂർവമായ അവസരമാണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാം. ഗ്രാമപഞ്ചായത്ത് അംഗം MP സതീദേവി അധ്യക്ഷത വഹിച്ചു. ഭാഷയും താളവും എന്ന പരിപാടിയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സഹവാസ ക്യാമ്പിന് തുടക്കം കുറിച്ച് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥയുണ്ടായി. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം. അതോടനുബന്ധിച്ച് സുഹൃത കേരളം, കൂട്ടുകൂടി നാട് കാക്കാം, സ്നേഹ സന്ദർശനം, ഹരിത സമൃദ്ധി, മൂല്യനിർമ്മാണം സൃഷ്ടപരതയിലൂടെ, സത്യമേവ ജയതേ, ഡിജിറ്റൽ ലിറ്ററസി, തദ്ദേശീയം തുടങ്ങിയ വിവിധ പരിപാടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. പഞ്ചായത്ത് അംഗം അസീന, നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് VTA കരീം, സ്വാഗത സംഘം ചെയർമാൻ TP നാസറുദ്ദീൻ, TP സൈനുദ്ദീൻ, KP ഖാലിദ്, ഫാത്തിമ K, CV രാധിക, സക്കീർ കൈപ്പുറം, K ശ്രീകാന്ത്, പ്രിൻസിപ്പൽ S ജൂഡ് ലൂയിസ്, ക്യാമ്പ് ലീഡർ അനാമിക CP തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഹരിത ഭവനം മേഖലാ ജാഥയ്ക്ക് കോതച്ചിറ യൂണിറ്റിൽ സ്വീകരണം നൽകി. വടക്കേ കോതച്ചിറയിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ മേഖലാ സെക്രട്ടറി MV രാജൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചൂടാറാപ്പെട്ടി, ബയോബിൻ, സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ് നിർമ്മാണം, പുരപ്പുറ സോളാർ വൈദ്യുതി എന്നിവയെക്കുറിച്ചുള്ള പരിശീലനം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് സേതുമാധവൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TU ഉദയൻ സ്വാഗതവും OT അശോകൻ നന്ദിയും പറഞ്ഞു. ആലുവടുപ്പ് അല്ലേ? പക്ഷേ ആലുവടുപ്പിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ അടുപ്പിനേക്കാൾ ഒരുപാട് വിറക് അതിലേക്ക് ആവശ്യമായിട്ട് വരും. അത് കൂടുതൽ വിറക് വേണം. പക്ഷേ പരിഷത്തിന്റെ അടുപ്പിന് വളരെ കുറച്ച് വിറക് മതി എന്നുള്ളത്. ചെറിയ ചെറിയ ചുള്ളിക്കമ്പ് വെച്ചാൽ ധാരാളമായിട്ട് തീയുണ്ടാവും, പുകയുണ്ടാവും. പുകയില്ലാതെ അത് മേപ്പിട്ട് പോവുകയും ചെയ്യും. അങ്ങനെയാണ് അതുണ്ടായിരുന്നത്. പിന്നീട് പലതരത്തിലുള്ള അങ്ങനത്തെ സാധനങ്ങൾ വികസിപ്പിക്കാനുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ സോപ്പ് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ സോപ്പ് ഉണ്ടാക്കാം. നമ്മളെ ജീവിതത്തിൽ ഏതെങ്കിലും ദിവസം ഒഴിവാക്കാൻ പറ്റുമോ സോപ്പ്? വല്ല പഞ്ചൊക്കെ എടുക്കുമ്പോഴോ വല്ല സൂക്കറായിട്ട് എടുക്കുമ്പോഴോ മാത്രമല്ലാതെ നമ്മൾ സോപ്പ് ഉപയോഗിക്കാത്ത ഒരൊറ്റ ദിവസം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് സോപ്പ് വേണം. 360 ദിവസവും സോപ്പ് വേണം. സോപ്പ് വെച്ച് കുളിക്കാണ്ട് നമുക്കൊരു സുഖം വരില്ല. ഒന്ന് വൃത്തിയായിട്ട് പുറത്തിറങ്ങണം വെച്ചാൽ കുളിച്ചല്ലാണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ല. രാത്രി ഒന്ന് സുഖമായി കിടന്ന് ഉറങ്ങണമെങ്കിൽ കുളിച്ചിട്ടേ കിടക്കുള്ളൂ. ഇങ്ങനെ മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.